നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഭാവിയിലേക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനായി എല്ലാ മാസവും ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക മാറ്റിവെക്കാറുമുണ്ട്. ഇങ്ങനെ മാസം തോറും നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മുന്നിലുള്ള രണ്ട് ജനപ്രിയ വഴികളാണ് ബാങ്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റുകളും മ്യൂച്വൽ ഫണ്ടുകളിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഓരോ മാസവും 20,000 രൂപ വീതം അടുത്ത 5 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഇതിൽ ഏത് വഴിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന ലാഭം നൽകുക എന്നാണ്. നമുക്ക് കണക്കുകൾ സഹിതം ഇതൊന്ന് പരിശോധിക്കാം. മ്യൂച്വൽ ഫണ്ടുകളിൽ മാസം തോറും നിക്ഷേപിക്കാനുള്ള വഴിയാണ് SIP. ഇതിൽ ഫിക്സഡ് പലിശ നിരക്കുകളില്ല. വിപണിയുടെ ചലനങ്ങൾക്കനുസരിച്ചായിരിക്കും ഇതിലെ ലാഭം ഓരോ നിക്ഷേപകനും ലഭിക്കുക. നിങ്ങൾ മാസം 20,000 രൂപ വീതം 5 വർഷം നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ആകെ നിക്ഷേപം 12 ലക്ഷം രൂപയാണ്. ചരിത്രപരമായി നോക്കിയാൽ ലോങ് ടേമിൽ മറ്റ് നിക്ഷേപങ്ങളെക്കാൾ മികച്ച റിട്ടേൺസ് നൽകാൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ അനുസരിച്ച് 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടാകുമെന്ന് നോക്കാം. 8% റിട്ടേൺ എങ്കിൽ ഏകദേശം 14.68 ലക്ഷം രൂപ ലഭിക്കും. 10% റിട്ടേൺ എങ്കിൽ അത് 15.43 ലക്ഷം രൂപയായി മാറും. വിപണി മികച്ചതാണെങ്കിൽ, അതായത് ഒരു 12% റിട്ടേൺ ലഭിച്ചാൽ നിങ്ങളുടെ സമ്പാദ്യം 16.22 ലക്ഷം രൂപ വരെ ആകാം. അതായത് ഏകദേശം 4.22 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലാഭം മാത്രം ലഭിക്കാം. എന്നാൽ ഇതിൽ ചെറിയ രീതിയിലുള്ള മാർക്കറ്റ് റിസ്ക് ഉണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇനി സുരക്ഷിതമായ RD വഴികൾ നോക്കാം. മാർക്കറ്റ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയതാണ് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ബാങ്ക് RDകൾ. ഇതിൽ നിങ്ങൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടുമെന്ന് നിക്ഷേപിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി അറിയാം. പോസ്റ്റ് ഓഫീസ് RD ആണെങ്കിൽ നിലവിൽ പോസ്റ്റ് ഓഫീസിൽ 5 വർഷത്തെ RDക്ക് നൽകുന്നത് 6.7% പലിശയാണ്. മാസം 20,000 രൂപ വെച്ച് 5 വർഷം നിക്ഷേപിച്ചാൽ പലിശയായി 2.27 ലക്ഷം രൂപ ലഭിക്കും. കാലാവധി കഴിയുമ്പോൾ ആകെ ലഭിക്കുന്ന തുക 14.27 ലക്ഷം രൂപയാണ്. ഇനി SBI RD. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതിർന്ന പൗരന്മാർക്ക് 5 വർഷത്തെ RDക്ക് 7.05% പലിശ നൽകുന്നുണ്ട്. സാധാരണക്കാർക്ക് പലിശ ഇതിലും കുറവായിരിക്കും. ഈ നിരക്കിൽ മാസം 20,000 രൂപ നിക്ഷേപിച്ചാൽ 5 വർഷത്തിന് ശേഷം ആകെ 14.40 ലക്ഷം രൂപ തിരികെ ലഭിക്കും. പലിശ ഇനത്തിൽ മാത്രം 2.40 ലക്ഷം രൂപ ഓരോ നിക്ഷേപകന്റെയും കയ്യിൽ കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ ഏതാണ് മികച്ചത്? നിങ്ങൾക്ക് യാതൊരുവിധ റിസ്ക്കും വേണ്ട. 5 വർഷം കഴിയുമ്പോൾ കൃത്യമായി ഇത്ര തുക കയ്യിൽ കിട്ടണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് RD തിരഞ്ഞെടുക്കാം. എന്നാൽ പണപ്പെരുപ്പത്തെ മറികടന്ന് വലിയൊരു തുക സമ്പാദിക്കണമെന്നും വിപണിയിലെ ചെറിയ റിസ്കുകൾ എടുക്കാൻ തയ്യാറാണെങ്കിലും തീർച്ചയായും SIP തന്നെയാണ് കൂടുതൽ ലാഭം തരിക. കാരണം ഒരു ശരാശരി 12% റിട്ടേൺ ലഭിച്ചാൽ പോലും RDയേക്കാൾ 1.5 ലക്ഷത്തോളം രൂപ അധികം നേടാൻ SIPയിലൂടെ സാധിക്കും.